നാല് മണിക്കാറ്റ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണ്. വഴിയോര കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. പക്ഷേ കാഴ്ചകൾ കാണാൻ അല്പം വിശ്രമിക്കാൻ വഴിയോരങ്ങളിൽ അല്പം ഒന്ന് തങ്ങുന്നതിന് വേണ്ടി വാഹനം നിർത്തുന്ന ആളുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെയേറെ സന്തോഷപ്രദമാണ്, അതുപോലെ തന്നെ ആകർഷകവുമാണ്. കോട്ടയം ജില്ലയിൽ നടപ്പാക്കിയിരിക്കുന്ന ഒരു പദ്ധതി കാണുന്നതിന് വേണ്ടി ABM കൂടെ പോവുകയുണ്ടായി. ജില്ലാ പഞ്ചായത്തിൻ്റെയും കളക്ടർ വിളിച്ച IAG കോൺഫറൻസിൻ്റെയും ബാക്കി പത്രമായി ഇന്ന് ബിനോ മൈക്കിളിനോടൊപ്പം ABM സഹപ്രവർത്തകരോടൊപ്പം ഇന്ന് 4 മണിക്കാറ്റ് കാപ്പി കുടിക്കുന്നതിനല്ല പോയത്, ഒന്ന് കാറ്റ് കൊള്ളാനും ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും. പക്ഷേ എബിക്ക് ഇതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ടായിരുന്നു. അവരുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അരുവിക്കച്ചാലിൽ ഇപ്പം വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം പ്രോഗ്രാമുണ്ട്. അത് നാട്ടുകാരുടെ ഉത്തരവാദിത്ത ടൂറിസമാണ്, അതുപോലെ മര്യാദകളുടെ ടൂറിസം എന്നാണ് അതിന് പറയുക. ടൂറിസ്റ്റുകളായി എത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും അവിടെ അരുവിയിൽ പോകുന്നതിനും കുളിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ആകർഷകമായ രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ, മൂപ്പർക്ക് വീണ്ടും കുറേ കൂടെ മനോഹരമാക്കണം. അതിനുവേണ്ടി ഉള്ളൊരു ശ്രമമായിരിക്കാം ഇത്. എന്താണെങ്കിലും വേണ്ടില്ല, ഇത് പൊന്നം കുര്യൻ സാറിൻ്റെ ബുദ്ധിയിലുദിച്ചൊരു കാര്യമാണ്. വളരെ ഭംഗിയായിട്ട് നടപ്പാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏറെ ആകർഷകമാണ്. അവിടുത്തെ ഭക്ഷണ രീതി, അവിടുത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ആ പശ്ചാത്തലം, ആംബിയൻസ് ഒക്കെ തന്നെ വളരെയേറെ മനോഹരവും അതുപോലെ തന്നെ ഹൃദ്യവുമാണ്. വളരെ അച്ചടക്കമുണ്ട്, അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയതാണ്. യാതൊരു തരത്തിലുള്ള മാലിന്യങ്ങളൊന്നുമില്ല. അതോടൊപ്പം തന്നെ ധാരാളം സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. കുട്ടികൾക്ക് കളിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളുണ്ട്. ആളുകൾക്ക് ചൂണ്ടയിടാനാണെങ്കിൽ അതിനുള്ള സൗകര്യം എന്ന് വേണ്ട. ഒരു വഴിയോരത്ത് കാണുന്ന ഈ കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ അവിടെ എല്ലാ ആവശ്യത്തിലേറെ ബോർഡുകളും കാര്യങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു. ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും സൗകര്യമായി ഇരിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. എല്ലാം പ്രകൃതിദത്തമാണ്. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ റിസോഴ്സ് എന്താ എന്ന് കണ്ടെത്തി അതിനോട് ചേർന്ന തരത്തിലൊരു വികസന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. വളരെ ഹൃദ്യമാണ് എന്നുള്ളത് മാത്രമല്ല, അത് ഏത് ആളുകൾക്കും ഇവിടെയും ഉപയോഗിക്കാൻ കഴിയുന്നതുമാണ്. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് നടക്കുന്നത്. എബി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു പിൻസീറ്റ് ഡ്രൈവറെ പോലെ പുറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രയോഗങ്ങളും കാണുകയാണ്. സഹപ്രവർത്തകർ കൂടി എവിടെ ഇരിപ്പുണ്ടും അടുത്തിട്ടല്ല, അവരും ഇത് കാണുന്നുണ്ട്. എന്താണെങ്കിലും വേണ്ടില്ല, കുറച്ചൊരു നിമിഷം 6-7 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഒരു ചെറിയ ഒരു ചിത്രീകരണമാണ് നടന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അവിടുത്തെ അവിടുത്തെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൊച്ചുകുട്ടി, അയാൾക്ക് പോലും സന്തോഷപ്രദമാണ്. ഒരു ഊഞ്ഞാലെ കയറാൻ പറ്റിയില്ലല്ലോ, അത് അയാൾ ആട്ടുകാണ്. ആബാലവൃത്തം ജനങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരിടം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, സ്വസ്ഥമായിരിക്കാം, നല്ല കാറ്റ് കിട്ടും. സന്ധ്യകളിൽ, അതായത് 2 മണി മുതൽ 8 മണി വരെയാണ് എൻ്റെ സമയം. ആ സമയത്ത് അവിടെ വന്നിരിക്കാം. നല്ല ഭക്ഷണം, നല്ല കാറ്റ്, നല്ല പെരുമാറ്റം എന്ന് വേണ്ട ഏറ്റവും ഹൃദ്യമായൊരു പശ്ചാത്തലമാണ്. ഒരു പേപ്പർ കഷ്ണം അവിടെ കിടപ്പുണ്ട്, പക്ഷേ അതൊക്കെ അവിടെ ക്ലീനാക്കിയത്. ഉണക്കക്കപ്പ പുഴുങ്ങിയതാണ് കിട്ടിയത്. അതിൻ്റെ കൂട്ടത്തിൽ അത് ചെമ്മീൻ ചമ്മന്തിയുണ്ട്, അപ്പം പിക്കിളുമുണ്ട്. നല്ല ഒന്നാന്തരം കാപ്പി, ചുക്ക് കാപ്പി അതും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പൈസ കൊടുക്കാനായിട്ട് രൂപയായിട്ട് കൊടുത്താൽ അവർ വാങ്ങിക്കാറില്ല, എല്ലാം ഗൂഗിൾ പേ ആണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. എബി ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് തൻ്റെ കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ പൊന്നുകുര്യൻ സാറിനെ പറ്റി വിളിക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണെങ്കിലും വേണ്ടില്ല, ഞങ്ങളൊക്കെ കപ്പ കഴിച്ചു. വളരെ സ്നേഹമുള്ളമായ ഒരു അന്തരീക്ഷം, നല്ല പെരുമാറ്റം. ബിനുമൈക്കൾ കൂടെയുണ്ട്. എല്ലാ കാര്യത്തിനും നെഗറ്റീവ് ഇതിൽ സംസാരിക്കുന്ന ബിനു, അങ്ങനെ കുറ്റം പറയുന്നതല്ല. പക്ഷേ ബിനുവിനും ഇത് വളരെ സന്തോഷകരമായിട്ടാണ് തോന്നിയത്. ഇതാണെങ്കിലും വേണ്ടില്ല, നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ടൂറിസം സാധ്യതകളുള്ള ധാരാളം പഞ്ചായത്തുകളുണ്ട്. മൂന്നിലുണ്ട്, തലനാടുണ്ട്, മേലുകാവുണ്ട്. ഇവിടെയൊക്കെയും ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ടെന്നുള്ള ഓർക്കുക. ഇവിടെയെല്ലാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ നമുക്ക് തുടങ്ങാൻ പറ്റും, ആകർഷകമാക്കാൻ പറ്റും. 4 മണിക്കാറ്റ് അതിൻ്റെ സംവിധാനങ്ങളും നമുക്ക് ഒന്ന് നോക്കുക. വളരെയേറെ മനോഹരമാണ് കാര്യങ്ങൾ. വളരെ ചിട്ടയോടെയാണ്. അവരുടെ ഡ്രസ്സ് നോക്കുക.
അതൊരു പ്രത്യേക അവരുടെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അവരുടെ കാപ്പി അതൊക്കെ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ എടുത്തിട്ട് അവർ തരും. ചുക്ക് കാപ്പി എന്നാണ് പറയുന്നത്. നല്ല സുഖമാണ്. കപ്പപ്പുഴുക്കിൻ്റെ കൂടെ കാപ്പിയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ കുശാലായി എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയും. ടയറിൻ്റെ മുകളിലാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നതാണ്, ടയറിൻ്റെ മണ്ടയ്ക്കാണത്. വാഹനങ്ങൾ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, യഥേഷ്ടം വണ്ടികളിങ്ങനെ കൊണ്ടുവന്നിടാൻ പറ്റും. ഒരു സൈഡിലാക്കിയാണ് അവിടെ നമുക്ക് കാപ്പി കുടിക്കാം, സൊറ പറയാം, ഈ വയൽ ദൃശ്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാം. ഇടയ്ക്ക് ചൂണ്ടയിടാം. കുറേ ആളുകളൊക്കെ അവിടെ ഇരുന്നവിടേക്ക് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ മാറി സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും വേണ്ടില്ല, സമയം പോകുന്നതിനൊരു നല്ല സ്ഥലമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. നല്ല കാറ്റ് കിട്ടും. വൈകുന്നേരത്തെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് അവിടെ നിന്നിരിക്കുകയാണെങ്കിൽ എന്തൊരു സുഖമായിരിക്കും എന്നറിയാമോ. പക്ഷേ ഇപ്പോൾ പല ഗ്രാമപഞ്ചായത്തിലും പദ്ധതികളും കാര്യങ്ങളും ഒക്കെ അവർ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, അതായത് തദ്ദേശ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ട്രെയിനിങ്ങോ മറ്റു കാര്യങ്ങളോ ഒക്കെ കിട്ടും. നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ മനസ്സ് വേണം, അതാണില്ലാത്തത്. 4 മണിക്കാറ്റൊരു പുതിയ അനുഭവമാണ്. ഞങ്ങൾക്കതവിടെ കാണാനും കഴിഞ്ഞു. ഇത് മറ്റ് മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള താത്വികപരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ വന്ന ഞങ്ങളോട് സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. ചേട്ടൻ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോവാണ്. പിന്നെ എൻ്റെ അഭിമുഖമാണ് എടുക്കുന്നത്. ഇതാണെങ്കിലും വേണ്ടില്ല, വളരെയേറെ സന്തോഷകരമായൊരു ദിവസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരി തന്നെ അതിനുള്ളൊരു ട്രേഡ് മാർക്കാണ്. ഓക്കെ.